വൈദിക പരിശീലനം കാലഘട്ടത്തിനനുസരിച്ച് നടപ്പാക്കണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. സഭയിലും സമൂഹത്തിലും ഐക്യത്തിന്റെയും സാർവത്രികതയുടെയും അടയാളമായി പെരിയാറിന്റെ തീരത്ത് കഴിഞ്ഞ 90 വർഷക്കാലമായി ഉയർന്നു നിൽക്കുന്ന മംഗലപ്പുഴ സെമിനാരിയുടെ നവതി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കർദിനാൾ. മംഗലപ്പുഴ സെമിനാരിയുടെ പൂർവ്വ വിദ്യാർത്ഥിയും സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് നവതി ആഘോഷ സമാപനത്തിന് തുടക്കം കുറിച്ചത്. തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പാംബ്ലാനി വചനസന്ദേശം നൽകി. വൈദിക പരിശീലനം നൽകിയ മാതൃഭവനം വിസ്മരിക്കാനാവാത്തതാണെന്ന് മാർ ജോസഫ് പാംബ്ലാനി വചനസന്ദേശത്തിൽ പറഞ്ഞു. സെമിനാരി റക്ടർ റവറൻഡ് ഡോക്ടർ സെബാസ്റ്റ്യൻ പാലമൂട്ടിൽ നാളിതുവരെ സെമിനാരിക്ക് വേണ്ടി ത്യാഗം ചെയ്ത എല്ലാവരെയും നന്ദിയോടെ സ്മരിച്ചു. മംഗലപ്പുഴ സെമിനാരി ഐക്യത്തിന്റെയും സാർവത്രികതയുടെയും അടയാളമാണെന്ന് സദസ്സിന് സ്വാഗതം ആശംസിച്ച് അദ്ദേഹം പറഞ്ഞു. സിനഡൽ കമ്മീഷൻ ചെയർമാനും കോതമംഗലം രൂപതാധ്യക്ഷനുമായ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കത്തോലിക്ക സഭയ്ക്ക് മംഗലപ്പുഴ സെമിനാരി നൽകിയ അതുല്യമായ സംഭാവനകളെ സ്മരിച്ചുകൊണ്ട് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലുണ്ടാകേണ്ട സമർപ്പണ മനോഭാവം, നീതിനിഷ്ഠ, ജീവിതലാളിത്യം, വിശുദ്ധ ഗ്രന്ഥത്തിലും സഭാപ്രബോധനങ്ങളിലുമുള്ള അറിവ്, മെത്രാന്മാരോടുള്ള വിധേയത്വം എന്നിവയിൽ അടിസ്ഥാനമിട്ട വൈദിക പരിശീലനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി കർദിനാൾ ഓർമ്മിപ്പിച്ചു. ഇന്ന് വിശ്വാസികൾ പുരോഹിതരിൽ നിന്ന് ആവശ്യപ്പെടുന്ന സവിശേഷ ഗുണങ്ങൾ സമർപ്പണ മനോഭാവം, പൗരോഹിത്യത്തിന് യോജിച്ച ആധ്യാത്മിക ജീവിത ശൈലി, വിശുദ്ധ ഗ്രന്ഥത്തിലും സഭാപഠനങ്ങളിലുമുള്ള ആഴമായ അറിവും പ്രതിബദ്ധതയും, ജീവിത ലാളിത്യം, മെത്രാന്മാരോടും പരിശുദ്ധ സിംഹാസനത്തോടുമുള്ള വിധേയത്വവും അനുസരണയും, അനുകമ്പാർദ്രമായ അജപാലന ശൈലി, സത്യനിഷ്ഠ, നീതിബോധം, സുതാര്യത, സംശയാതീതമായ ധാർമ്മികത എന്നിവയാണ്. ഇവയെല്ലാം പാലിച്ചുകൊണ്ടുള്ള വൈദിക ജീവിതം സമകരമാണ്, ക്ലേശകരമാണ്. എന്നാൽ ഉന്നതമായ വൈദിക വിളി ഉള്ളവർ ഈ സവിശേഷ ഗുണങ്ങൾ അഭ്യസിച്ചേ തീരൂ. സഭാമക്കളുടെ വിശുദ്ധി അവരെ നയിക്കുന്ന വൈദികരുടെ വിശുദ്ധിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരിടവകയിലെ വൈദികൻ വിശുദ്ധ ജീവിതം നയിക്കുന്നവനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശുദ്ധി ജനങ്ങളിലേക്കും വ്യാപിക്കും. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു പറയുന്ന സിനഡാലിറ്റി, ഞാൻ സൂചിപ്പിച്ച ഒന്നിച്ചുള്ള നടപ്പ്, ഇന്നത്തെ വൈദിക ശുശ്രൂഷയുടെ മുഖമുദ്രയാകണം. 25 വർഷങ്ങൾക്ക് മുൻപ് സെമിനാരിയെ റീത്തുകളുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ചത് വളർച്ചയ്ക്ക് വേണ്ടിയാണെന്നും അന്യോന്യം ഊന്നുവടികളായി വർത്തിക്കുവാൻ ഈ വിഭജനം സഹായിക്കണമെന്നും അനുഗ്രഹ പ്രഭാഷണത്തിൽ കൊച്ചി രൂപതാധ്യക്ഷനും KRLCBC പ്രസിഡന്റുമായ മാർ ജോസഫ് കരിയിൽ പറഞ്ഞു. അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം. എല്ലാവരുടെയും യാത്ര സഫലമാകട്ടെ, എല്ലാവർക്കും സഫലം ഈ യാത്ര എന്ന് പറയാൻ കഴിയട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. CBCI പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അഭിവന്ദ്യ മാർ ആൻഡ്രൂസ് താഴത്ത് ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. തന്നെ വളർത്തി വലുതാക്കിയവരെ നന്ദിയോടെ ഓർത്ത മാർ ആൻഡ്രൂസ് താഴത്ത് പലതരത്തിലുമുള്ള പ്രതിസന്ധികൾ ഭാരതസഭ നേരിടുന്നുണ്ടെന്നും തന്നെ വരവേൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം പൂർത്തിയാക്കാൻ എല്ലാവരും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും സെമിനാരിയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഇപ്പോൾ ഇങ്ങനെ വെഡഡ് ആൻഡ് ക്രൂസിഫൈഡ് ആയിരിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ, പ്രാർത്ഥനകൾ അഭ്യർത്ഥിക്കുന്നു. ദൈവവും സഭയും ആഗ്രഹിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ച് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഭാരതസഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഭാരതസഭയ്ക്ക് ഈ എളിയവനായ ഞാൻ നേതൃത്വം കൊടുക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന, ശക്തമായ പ്രാർത്ഥന ആവശ്യമാണ്. നവതിയോടനുബന്ധിച്ചുള്ള പുസ്തക പരമ്പര ഇടുക്കി രൂപതാധ്യക്ഷനും സെമിനാരി സിനഡൽ കമ്മീഷൻ അംഗവുമായ മാർ ജോൺ നെല്ലിക്കുന്നേൽ നിർവഹിച്ചു. ആദ്യ പുസ്തകം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഏറ്റുവാങ്ങി. സാഹോദര്യത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും സാക്ഷ്യത്തിൻ്റെതുമായ നല്ല സംസ്കാരം പുലർത്തുവാനായിട്ട്, അത് പരിശീലിപ്പിക്കുവാനായിട്ട് സെമിനാരിക്ക് ഇനിയും കഴിയട്ടെ. അജപാലന പരിശീലനത്തിൻ്റെ സാധ്യതകളും വെല്ലുവിളികളും ആ പുസ്തകം നിങ്ങളെല്ലാവരും വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ, നമ്മളെല്ലാവരും അത് ധ്യാനിക്കുകയും അത് ജീവിക്കുകയും ചെയ്യണം. അങ്ങനെ ധ്യാനിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ പിതാക്കന്മാർ സൂചിപ്പിച്ച വിശുദ്ധിയുള്ള, വിജ്ഞാനമുള്ള, അജപാലന ഔത്സുക്യമുള്ള നല്ല വൈദികരായിട്ട് നമ്മൾ രൂപപ്പെടും. ചാലക്കുടി MP ബെന്നി ബെഹനാൻ പ്രതിസന്ധികളെ നേരിടുവാനുള്ള ശക്തി മെത്രാന്മാർക്കും വൈദികർക്കും ഉണ്ടാകട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. നവതിയോടനുബന്ധിച്ചുള്ള വൈദിക അനുയാത്ര ശുശ്രൂഷയ്ക്ക് സെമിനാരി കമ്മീഷൻ അംഗം മാർ ടോണി നീലങ്കാവിൽ ആരംഭം കുറിച്ചു.
തുടർന്ന് കാർമൽഗിരി സെമിനാരി റെക്ടർ റവറന്റ് ഡോക്ടർ ചാക്കോ പുത്തൻപുരയ്ക്കൽ, ആലുവ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് റവറന്റ് ഡോക്ടർ സുജൻ അമൃതം, കാർമലീത്ത സഭ മഞ്ഞമ്മൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറന്റ് ഡോക്ടർ തോമസ് മരൂട്ടിക്കപ്പറമ്പിൽ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി ജനറൽ റവറന്റ് ഡോക്ടർ വർഗീസ് പൊട്ടയ്ക്കൽ, അൽമായ ആധ്യാത്മിക കൂട്ടായ്മയുടെ പ്രതിനിധി ജോസ് പോൾ, ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറലുമായ റവറന്റ് ഡോക്ടർ വർഗീസ് തനമാവുങ്കൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. നവതി കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായ റവറന്റ് ഡോക്ടർ ജോൺ പോൾ പറപ്പള്ളിയത്ത് നന്ദി അർപ്പിച്ചു. വ്യത്യസ്ത റീത്തുകളിൽ നിന്നുള്ള നിരവധി മെത്രാന്മാരും വൈദികരും സന്യസ്തരും ഉൾപ്പെടെ 1000-ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഷെക്കേന ന്യൂസ്, കൊച്ചി.